മലയാള സിനിമാ മേഖലയിൽ വനിതകൾക്ക് നേരെ വ്യാപക ലൈംഗിക ചൂഷണമാണ് നടക്കുന്നതെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അവസരം കിട്ടാൻ നടിമാർ വിട്ടുവീഴ്ച ചെയ്യണം. സഹകരിക്കുന്ന നടിമാർക്ക് പ്രത്യേക കോഡ് പേരുകൾ. സിനിമാ മേഖല നിയന്ത്രിക്കുന്നത് ക്രിമിനലുകളെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നടിമാർക്ക് അരക്ഷിതാവസ്ഥയാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് 233 പേജുകളുള്ള റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പ് പുറത്തുവിട്ടത്. റിപ്പോർട്ടിൽ വ്യക്തികളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, നോക്കൂ, വർഷങ്ങൾ നീണ്ടുള്ള ആ ഒരു പോരാട്ടം, അതിനുശേഷമാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്ത് വിട്ടിരിക്കുന്നത്. അവസരത്തിന് കിടക്ക പങ്കിടണം, അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് കോംപ്രമൈസ്, ഇതാണ് നിലവിലെ അവസ്ഥ. അതിന് തയ്യാറല്ലെങ്കിൽ സിനിമയ്ക്ക് പുറത്ത്. തീർച്ചയായും വർഷ, ആ രീതിയിൽ തന്നെയാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ്റേത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥ, അതും ഒരു പ്രത്യേക വിഭാഗം സിനിമയെ നിയന്ത്രിക്കുന്നു. അവരുടെ താല്പര്യങ്ങൾക്കും ഇംഗിതങ്ങൾക്കും വഴങ്ങാത്തവരെ സിനിമാ മേഖലയിൽ നിന്നും തുടച്ചു നീക്കപ്പെടുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇതിൽ എടുത്തു പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട നടിമാരുടേതടക്കമുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ അവരുടെ മൊഴികളിൽ ഇപ്രകാരമാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഒന്ന്, സിനിമാ മേഖലയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അവർ ചൂഷണം നേരിടേണ്ടി വരുന്നു. സിനിമാ മേഖലയിലേക്ക് എത്തുമ്പോൾ തന്നെ ആദ്യ ആവശ്യം അവരുടെ മുന്നിലെത്തുന്നത് ലൈംഗിക ആവശ്യങ്ങൾക്ക് നിന്നുകൊടുക്കണം എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ലൈംഗിക ചൂഷണങ്ങൾക്ക് നിന്നുകൊടുത്താൽ മാത്രമേ സിനിമയിലേക്കുള്ള പ്രവേശനം സുഗമമാകുകയുള്ളൂ എന്ന തരത്തിലാണ് കാര്യങ്ങൾ അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള ലൈംഗിക ആവശ്യങ്ങൾ അവർക്ക് മുന്നിൽ വെക്കുന്നതിൽ നടന്മാരുണ്ട്, സംവിധായകരുണ്ട്, നിർമ്മാതാക്കളുണ്ട്, അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാരുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള എല്ലാ ഇടങ്ങളിൽ നിന്നുള്ളവരും ഈ ആവശ്യവുമായി അവരെ സമീപിക്കാറുണ്ട്. രാത്രികാലങ്ങളിൽ അവർ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് ഹോട്ടൽ മുറികളിൽ എത്തുമ്പോൾ ഹോട്ടൽ മുറികളിൽ പോലും ഒരു സമാധാനത്തോടെയല്ല അവർ അന്തിയുറങ്ങുന്നത്. കാരണം അവരുടെ റൂമിന്റെ വാതിൽക്കൽ നിരവധി പേർ, തങ്ങൾക്കൊപ്പം ജോലി ചെയ്തവർ തന്നെ നിരവധി പുരുഷന്മാർ വന്ന് വാതിൽ മുട്ടുന്നു. വലിയ തോതിൽ വാതിൽ അകത്തേക്ക് കടക്കുമെന്നുള്ള ഒരു പേടിയിലാണ് ഞങ്ങൾ മുറികൾക്കുള്ളിൽ ഇരുന്നിരുന്നത് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് അവർ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ അതായത് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ പ്രത്യേക കോഡ് ഭാഷയിലാണ് അവർ അറിയപ്പെടുന്നത്. മറ്റുള്ളവരെ ആണെങ്കിൽ അവർക്കെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നു. ഈ സിനിമാ മേഖല പ്രധാനമായും നിയന്ത്രിക്കുന്നത് ഒരു പവർഫുൾ ലോബിയാണ് എന്നാണ് ഈ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന പവർഫുൾ ലോബിയെ ഒരു മാഫിയ എന്ന പേരിലാണ് സിനിമാ മേഖലയിൽ അറിയപ്പെടുന്നത്. മാഫിയയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നുള്ളൊരു നിർദ്ദേശമാണ്. കാരണം ഈ മാഫിയയിൽ പ്രധാനപ്പെട്ട ഒരു നടന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ മാഫിയ ഉള്ളത് എന്നുള്ള കാര്യവും പറയുന്നു. ഈ മാഫിയയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ വിലക്കുന്നതിലേക്കടക്കമുള്ള കാര്യങ്ങൾ ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള വിലക്ക്, സിനിമാ മേഖലയിൽ നിന്ന് ആരെയും വിലക്കുന്നതിന് ഒരാൾക്കും നിയന്ത്രണമില്ല എന്നിരിക്കെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് സിനിമാ മേഖലയിൽ നടക്കുന്നത്. ഇവർ ഈ ലോബിക്ക് വിധേയരാകാത്ത വരെ നിരന്തരം വിലക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതിനെ ചോദ്യം ചെയ്ത് കോടതിയിൽ പോകാനോ മറ്റ് നിയമപരമായി അതിനെ നേരിടാനോ ഒന്നും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം അതൊരു അപ്രഖ്യാപിത വിലക്കാണ്. അതിന് പ്രത്യേകിച്ച് രേഖകളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അവർക്ക് അതിനെ ചോദ്യം ചെയ്യാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം. അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകുന്ന, അതായത് ഈ താല്പര്യങ്ങൾക്ക് നിന്നുകൊടുക്കാത്ത താരങ്ങൾക്ക്, നടിമാർക്ക്, അല്ലെങ്കിൽ മറ്റ് പ്രൊഡ്യൂസർമാരാകാം, അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് 30ഓളം വിഭാഗങ്ങളിലായാണ് സ്ത്രീകൾ പ്രവർത്തിക്കുന്നത്. ആ വിഭാഗങ്ങളിലെല്ലാം സ്ത്രീകൾ സമാനമായ രീതിയിലുള്ള ചൂഷണം നേരിടേണ്ടി വരുന്നുണ്ട്. പ്രത്യേകിച്ചും ശുചിമുറിയിൽ പോകാനുള്ള അവസരം പോലും നിഷേധിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ വെള്ളം പോലും കുടിക്കാതെ സെറ്റിൽ ഉടനീളം പണിയെടുക്കുന്നു ഞങ്ങൾ എന്നുള്ളൊരു കാര്യമാണ് പല സ്ത്രീകളും ഈ കമ്മീഷന് മുമ്പാകെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് അനുബന്ധമായിട്ടുള്ള തെളിവുകൾ നൽകിയിട്ടുണ്ട്. അതിന് അനുബന്ധമായിട്ടുള്ള വാട്സാപ്പ് മെസ്സേജുകളും വീഡിയോകളും അടക്കം അവർ കമ്മീഷന് മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ താരസംഘടനയായ അമ്മ പറയുന്നത് അതിന് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിനെ അടക്കം കമ്മീഷൻ തള്ളിയിട്ടുണ്ട്. അത്തരത്തിൽ അമ്മയുടെ ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു ഇന്റേണൽ കമ്മിറ്റി അല്ല അവിടെ ഉണ്ടാകേണ്ടത്. മറിച്ച് ഓരോ സെറ്റുകളിലും ആ സെറ്റിൽ സ്ത്രീക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. അവർക്ക് തൊഴിൽ സുരക്ഷ നൽകേണ്ടതുണ്ട്.
അതുകൊണ്ട് ആ സെറ്റിൽ ആണ് ഒരു ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാകേണ്ടത്. അത്തരത്തിലൊരു കമ്മിറ്റി കൃത്യമായ രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്നില്ല. അത് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ ചൂഷണങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ പലരും മൊഴി നൽകിയതിൽ മറ്റൊരു സുപ്രധാന കാര്യം കൂടിയുള്ളത്, ഞങ്ങൾ ഈ രീതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയാൽ ഞങ്ങളുടെ കുടുംബങ്ങളെ അടക്കം വലിയ തോതിൽ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള കാര്യമാണ് ഒന്ന്. മറ്റൊന്ന്, ഞങ്ങൾക്കൊപ്പം ആരെങ്കിലും നിൽക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവരുടെ അവസരവും സിനിമയിൽ നിഷേധിക്കപ്പെടുന്നു. അത്തരത്തിലൊരു ഘട്ടത്തിൽ പ്രത്യേകിച്ചും നടി ആക്രമിക്കപ്പെടുന്ന ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ WCC അടക്കം രൂപീകരിക്കപ്പെടുന്നു. WCC വന്നതിന് ശേഷം കൂടുതൽ സ്ത്രീകൾക്ക്, സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് അതൊരു ആശ്വാസമായി. കാരണം അവർ അനുഭവിക്കുന്ന ദുരനുഭവങ്ങൾ അതൊക്കെ ആ വേദിയിൽ അവർക്ക് സംസാരിക്കാൻ സാധിച്ചു. അവർ തെളിവുകളടക്കം WCCക്ക് മുന്നിൽ എത്തുകയും ചെയ്തു. പക്ഷേ ഈ WCCയിൽ പ്രവർത്തിക്കുന്നു, ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ പേരിൽ മാത്രം ഈ പ്രബല ലോബി എന്ന് അറിയപ്പെടുന്ന മാഫിയ, സിനിമാ മേഖലയിലെ മാഫിയ പല താരങ്ങളെയും വിലക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. ഏതായാലും ഇത്തരത്തിൽ ഈ കമ്മീഷൻ കടന്നുപോയ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൽ ഈ നൽകിയിട്ടുള്ള മൊഴികൾ അതെല്ലാം വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു എന്ന് തന്നെയാണ് ഹേമ കമ്മീഷൻ അടക്കം അതിന്റെ റിപ്പോർട്ടിന്റെ അവസാനത്തിലടക്കം സൂചിപ്പിച്ചിരിക്കുന്നത്. വർഷ, ഷീജ, ഒരു പവർഫുൾ മാഫിയ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു. അവർ പറയുന്നു ആര് അഭിനയിക്കണം, ആര് അഭിനയിക്കരുത് എന്ന്. അവർ പ്രഖ്യാപിക്കുന്നു അപ്രഖ്യാപിതമായ ഒരു വിലക്ക്. ഒരു പക്ഷേ ഗുരുതരമല്ല, അതീവ ഗുരുതരമാണ് ഈ റിപ്പോർട്ട്. അതിൽ ഇനി എന്ത് നടപടി എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും അതിലേതായാലും ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ വർഷ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ സർക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ സ്വീകരിച്ച നടപടി എന്ന് പറയുന്നത്, ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചപ്പോൾ തന്നെ അതിലുള്ള ശുപാർശകളുടെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സിനിമാ മേഖലയിൽ ഓരോ സെറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരുന്നു. അതിനുശേഷം പക്ഷേ ഈ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തു വരുന്നതിനെതിരെ ഹർജികൾ പോയ ഒരു പശ്ചാത്തലത്തിൽ ഈ റിപ്പോർട്ട് ആ രീതിയിൽ പുറത്തു വരേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് വിവരാവകാശ കമ്മീഷൻ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് വിവരാവകാശ കമ്മീഷൻ തന്നെയാണ് ഈ തീരുമാനം തിരുത്തുകയും റിപ്പോർട്ട് പുറത്തുവിടാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. പക്ഷേ അതിനെയും ചോദ്യം ചെയ്ത് നിരവധി പേർ ഹർജികളുമായി കോടതിയെ സമീപിച്ചിരുന്നു. അതാണ് ഇത്തരത്തിലൊരു വലിയ കാലതാമസം ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഇപ്പോൾ ഏതായാലും റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലം, അതിൽ തുടർ നടപടികളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. സ്ത്രീ സുരക്ഷ, സ്ത്രീകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം എല്ലാം ഉറപ്പാക്കിക്കൊണ്ടുള്ള നടപടി തന്നെയായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ള കാര്യം മന്ത്രി സജി ചെറിയാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അതിന്റെ മറ്റ് നടപടികളിലേക്ക് കൂടി, പ്രത്യേകിച്ചും ഇതിൽ നിരവധി പരാതികൾ അടക്കമുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിനെ നിയമപരമായി അടക്കം സമീപിച്ച് ആ രീതിയിലുള്ള നടപടികളിലേക്ക് കൂടിയായിരിക്കും വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാർ കടക്കുക. വർഷ, ഷീജ, രാത്രി ഈ ഒറ്റയ്ക്ക് നടിമാർക്ക് മുറിയിൽ ഉറങ്ങാൻ ഭയം, അവരുടെ കതകിൽ മുട്ടുന്നു, ആ കതക് തുറന്നില്ലെങ്കിൽ ശക്തിയായി ഇടിക്കുന്നു. അങ്ങനെ വളരെ വലിയ രീതിയിലുള്ള ഒരു അതിക്രമം കാട്ടാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് സഹിതം ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എല്ലാ നിയന്ത്രണവും അങ്ങനെ പുരുഷന്മാരിൽ മാത്രം കേന്ദ്രീകൃതം. തീർച്ചയായും ഈ റിപ്പോർട്ടിന്റെ ഒരു ഭാഗത്ത് തന്നെ എടുത്തു പറയുന്നുണ്ട് വർഷ, അതായത് ഈ മലയാളം സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ, മലയാളം സിനിമാ മേഖല എന്ന് പറയുമ്പോൾ ഒരു പുരുഷ കേന്ദ്രീകൃതമാണ്, ആൺമേൽക്കോയ്മ നിലനിൽക്കുന്ന ഒരു മേഖലയാണ് എന്നുള്ള കാര്യം ഒരു ഭാഗത്ത് പ്രത്യേകമായി തന്നെ എടുത്തു പറയുന്നുണ്ട്. കാരണം ഇതിന്റെ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടാകട്ടെ, അതിപ്പോൾ ഡയറക്ഷൻ ആകട്ടെ, അല്ലെങ്കിൽ സിനിമയുടെ നിർമ്മാണം, അതോടൊപ്പം തന്നെ ഛായാഗ്രഹണം, മേക്കപ്പ് ആകട്ടെ, അത്തരത്തിൽ ഏത് വിഭാഗത്തിനെ എടുത്താലും അവിടെ പുരുഷന്മാർക്കായിരിക്കണം ആധിപത്യം എന്നുള്ളൊരു നിലപാടാണ്, പൊതു നിലപാടാണ് കൂടുതൽ പേരും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് വിഭാഗത്തിലേക്ക് സ്ത്രീകൾ എത്തിയാലും അവരെ അവിടെ നിന്നും തുടച്ചു നീക്കുന്നതിന്, അല്ലെങ്കിൽ അവരെ അവിടെ നിന്നും തടയുന്നതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിലേക്കാണ് അവർ കടന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ അവർ രാത്രിയിൽ ഈ വലിയ ഹെക്ടിക് ഷെഡ്യൂളുകൾ ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്ന ഷൂട്ടുകൾ കഴിഞ്ഞായിരിക്കും അവർ റൂമുകളിലേക്ക് എത്തുന്നത്. പക്ഷേ റൂമുകളിൽ എത്തുമ്പോഴും അവർക്ക് ആ ചൂഷണം നേരിടേണ്ടി വരുന്നു. ആ റൂമുകളിൽ എത്തിയാൽ സമാധാനത്തിൽ ഒന്ന് കിടന്നുറങ്ങാൻ പോലും അവരെ അനുവദിക്കാത്ത തരത്തിലേക്ക് അവർക്കൊപ്പം ജോലി ചെയ്യുന്ന പുരുഷന്മാർ തന്നെ അവരുടെ വാതിലിൽ മുട്ടുന്നു. അതും വാതിലിൽ മുട്ടുമ്പോൾ തുറക്കാൻ തയ്യാറായില്ലെങ്കിൽ വലിയ ഒച്ചത്തിൽ വാതിൽ മുട്ടുന്നു. അപ്പോൾ അവർ തന്നെ നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ, ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ ഭയമായിരുന്നു, അവർ അകത്തേക്ക് കടന്നു വരും, ആ വാതിൽ പൊളിച്ച് അകത്തേക്ക് കടന്നു വരും എന്നുള്ള പേടിയായിരുന്നു മനസ്സ് നിറയെ എന്നുള്ളതാണ് ആ മൊഴിയിൽ പറയുന്നത്. അത്തരത്തിലൊരു ദുരവസ്ഥയിലൂടെയാണ് മലയാള സിനിമാ മേഖലയുടെ കടന്നുപോക്ക് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിൽ എല്ലാം നിയന്ത്രിക്കുന്നത് ഒരു
ഒരു പ്രബല ലോബിയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതിൽ പ്രമുഖ താരങ്ങൾ, മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട നടന്മാർ ഉൾപ്പെടെയുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം. അതിൽ ഈ പേരുകൾ ഒന്നും തന്നെ ഇപ്പോൾ കമ്മീഷൻ പുറത്തേക്ക് വിട്ടിട്ടില്ല. പ്രധാനമായും ഈ പ്രധാന ലോബിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട നടന്മാരുടെ പേരുകൾ ഉൾപ്പെടെ പുറത്തു വരുമ്പോൾ അതുമായി അനുബന്ധമായി നിൽക്കുന്ന മൊഴി നൽകിയ നടിമാരുടെ പേരുകൾ അടക്കം അതിലുണ്ട്. അത് ആ ഒരു സാഹചര്യം മാനിച്ചുകൊണ്ടാണ്, അവരുടെ ഒരു സ്വകാര്യത കൂടി മാനിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ഭാഗങ്ങൾ ഈ റിപ്പോർട്ടിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് 233 പേജുകൾ മാത്രം ഇപ്പോൾ കമ്മീഷൻ നൽകിയതിൽ 233 പേജുകൾ മാത്രം പുറത്തുവിട്ടിരിക്കുന്നത്. വർഷ. ശരി ഷിജ, മലയാള സിനിമാ മേഖലയിൽ വനിതകൾക്ക് നേരെ വ്യാപക ലൈംഗിക ചൂഷണമാണ് നടക്കുന്നതെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അവസരം കിട്ടാൻ നടിമാർ വിട്ടുവീഴ്ച ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. സഹകരിക്കുന്ന നടിമാർക്ക് പ്രത്യേക കോഡുപേരുകൾ. സിനിമാ മേഖല നിയന്ത്രിക്കുന്നത് ക്രിമിനലുകളെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല, വളരെ മോശമായി ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം, ഒരു സുരക്ഷയുമില്ലാത്ത ഒരു സമീപനം, നടിമാർക്ക് അരക്ഷിതാവസ്ഥയാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് 233 പേജുള്ള റിപ്പോർട്ട് ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ഇതിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. സ്വകാര്യതയെ മാനിക്കുന്ന ഒരു റിപ്പോർട്ടായതുകൊണ്ട് തന്നെ അതിൽ 233 പേജുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമാ മേഖലയിൽ നടക്കുന്ന എല്ലാത്തരം അതിക്രമങ്ങളെയും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിലവിൽ അവർക്ക് കാരവാൻ അടക്കം മുഖ്യ നടിമാർക്കും നടന്മാർക്കും മാത്രമേ ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യമുള്ളൂ. അല്ലാത്തവരോട് വളരെ മോശമായ സമീപനം, ഡ്രസ്സ് മാറാനുള്ള ഒരു സൗകര്യം പോലും ലഭിക്കുന്നില്ല എന്നടക്കമുള്ള ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്.